ബിഗ് ബോസ് അഗ്നിപരീക്ഷ. ഞങ്ങൾക്ക് ഇതൊരു അഗ്നിപരീക്ഷയാണ്. നേരത്തെ ഫോൺ ഓണാക്കാതെ ഞങ്ങൾ ഒരു 40 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചു. വലിയ കാര്യത്തിൽ റെഡി ആയിട്ട് 40 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം. 40 മിനിറ്റ് ഫോണിന്റെ ക്യാമറയിൽ ഞങ്ങൾ റെക്കോർഡിംഗ് ഓണാക്കാതെ വെച്ച് പരസ്പരം ഇരുന്നാണ് സംസാരിച്ചത്. ഞാൻ വലിയ ബുദ്ധിമാനാണല്ലോ ഓണാക്കി വെച്ചിരിക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചത്. നോക്കി കഴിഞ്ഞപ്പോ എന്റെ ബുദ്ധി ഇരിക്കുന്നത്. ഇതിങ്ങനെ പറയാൻ പറ്റില്ല, ഇങ്ങനെ പറയാൻ പ്രശ്നമാണ്. എന്നോടൊക്കെ ഇങ്ങനെ സംസാരിച്ച ഞാൻ സ്ത്രീവിരോധിയാണ്. ഇന്നോട് മാത്രം പിന്നെ ഞാൻ നാർസിസിസ്റ്റ് ആണ്. ആണ് എല്ലാരും കാണട്ടെ, പ്രേക്ഷകരൊക്കെ കാണട്ടെ. ഇതിന്റെ ഓണാമത്ത് ഇങ്ങോട്ട് തരുമോ? ഇതൊക്കെയാണ് ഞാൻ എങ്ങനെ ഇവിടെ പറയാതിരിക്കും. നിങ്ങൾ നാട്ടുകാർ ഒന്നും ഇന്നോട് നിങ്ങൾ ഇതാക്കണം. അതായത് ക്യാമറ ഓൺ ആയില്ലെങ്കിൽ പറയില്ല. അതുപോലെ ഞാൻ കരുതി സത്യം പറഞ്ഞ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാന്ന് കരുതി. കണ്ടോ കളിയൊക്കെ കണ്ടോ? ഓക്കെ, അപ്പൊ ഞങ്ങള് പെട്ടെന്ന് പറഞ്ഞു അഗ്നിപരീക്ഷ സീസൺ 1 എപ്പിസോഡ് നമ്പർ 11 ഞങ്ങളുടെ അഭിപ്രായമാണ് പറയുന്നത്. ഓണല്ലേ? അപ്പോ 11 അഭിപ്രായം എന്ന് പറഞ്ഞാൽ പീക്ക് എപ്പിസോഡ്. ഇതുവരെ വന്നതിൽ 10 ആയിരുന്നു കുറച്ച് എനിക്ക് എപ്പിസോഡ് തോന്നി. അത് മിഞ്ഞാന്നത്തെ ഇന്നലത്തെ സീസൺ അഗ്നിപരീക്ഷ 1ന്റെ 11th എപ്പിസോഡ്, അത് ഇന്നലത്തെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡ്. അതായത് എല്ലാ കണ്ടസ്റ്റൻസും അപ് ടു ദ മാർക്ക് വന്നോന്ന് ചോദിച്ചാൽ ഒരു മോസ്റ്റ് ഓഫ് ദ കണ്ടസ്റ്റൻസും വന്നു. ചിലരൊക്കെ ഒന്ന് താഴെയും പോയി, പക്ഷെ വന്നവരൊക്കെ ഫയർ ആയിട്ട് ഉള്ള കാര്യം പറയാം, പൊളിഞ്ഞു. അപ്പൊ ആദ്യത്തെ ടാസ്ക് തന്നെ ഹീറോ വില്ലൻ ഹീറോ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മളെ ശ്യാമുള്ളത് ശ്യാമിന്റെ ഹീറോ താഷിയായിരുന്നു. താഷിക്ക് സ്വാഗ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ മാരാര് ചോദിച്ചു, സ്വാഗ് ആണോ ബിഗ് ബോസിന്റെ ആവശ്യം എന്ന് പറഞ്ഞ് നടന്നിരുന്ന മാരാർക്ക് അറിയില്ലേ സ്വാഗ് ഒരു ആവശ്യമാണുള്ളത്. ബിഗ് ബോസിന്റെ ഒഡീഷൻ റൗണ്ടിൽ തന്നെ നമ്മളൊരു സെക്കൻഡ് റൗണ്ട് ഡയറക്റ്റ് ഇന്റർവ്യൂ കൊടുക്കാൻ പോകുന്ന ആളുകളൊക്കെ നല്ല ഗ്രൂം, നല്ല ഡ്രസ് ചെയ്ത് അല്ലേ, ക്യാമറ ആംഗിളൊക്കെ നോക്കി അവർ പ്രസന്റബിൾ ആണോ എന്നൊക്കെ നോക്കി. സോ ഡെഫിനറ്റ്ലി സ്വാഗ് ഈസ് എ ബിഗ് തിങ്. ക്യൂട്ട്നെസ് ഈസ് എ ബിഗ് തിങ്. അല്ലാതെ ഈ ക്യൂട്ട്നെസ്സും സ്വാഗും ഇങ്ങനെ തള്ളിക്കളയേണ്ട സാധനമൊന്നും അല്ല. ഇപ്പൊ ഇന്റെ സീസണിന്റെ കാര്യം പറയാം, ബാക്കി സീസണിലുള്ള ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം പറയാം. ഇന്റെ സീസണിലുള്ള അർജുനും ശ്രീതു ക്യൂട്ട്നെസ് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്ഡ്. ഭയങ്കരമായിട്ട് ശ്രീതുവിനെ അർജുൻ ഭയങ്കരമായിട്ട് സ്വാഗ് ആയിട്ട് നടന്നിട്ടുണ്ട്. സ്റ്റൈല് അതവൻ നന്നായിട്ട് യൂസ് ചെയ്തു, അടിപൊളിയായിട്ട് യൂസ് ചെയ്തു. കാരണം അവന് ക്യാമറ എവിടെയാണെന്നറിയാം, ഡ്രസ് ചെയ്ത് വന്ന് ഈവൻ ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ വരെ ദേ ഹാഡ് എ ബ്രില്യൻ പ്ലാൻ. അതായത് ഫുഡ് കഴിക്കാൻ ആ പാത്രത്തിലെ ഭക്ഷണം വരെ വളരെ കൃത്യമായി വെച്ചാൽ എനിക്കൊരു സ്വാഗ് ഉണ്ടായിരുന്നു അർജുന്. അത് മൊത്തം ആ സ്വാഗും ആ ക്യൂട്ട്നെസ്സും ഞാൻ കണ്ടതാണ് ബിഗ് ബോസിന് ഇങ്ങനെ വർക്കൗട്ട് ആവുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ സാധനം നിങ്ങളൊരു റോങ് ഇൻഫർമേഷൻ ഒരാൾക്ക് കൊടുക്കരുത്. ഏതൊരാൾക്കും ബിഗ് ബോസ് പോകാൻ താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് ഒരു സ്വാഗ് വേണം, നിങ്ങൾക്ക് കുറച്ച് എല്ലാ സാധനവും നിങ്ങൾക്ക് വേണം. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്, എല്ലാം അതിന്റെ ഭാഗമാണ്. ആൻഡ് അവരത് നോക്കും ചെയ്യും ഭയങ്കരമായിട്ട്. ചാപ്രയായിട്ട് പോയിരുന്ന ഒരു കാര്യം ക്യാമറ ആംഗിൾ നല്ലതുണ്ട്, അവര് ഫോക്കസ് ചെയ്യും കൂടുതലായിട്ട്. അതെ, അപ്പോ അതൊരു ഭയങ്കര ഇതാണ്. അപ്പോ താഷീനെ കുറെ അങ്ങനെ പൊക്കി പറഞ്ഞു. ആൻഡ് കമ്മിങ് ടു ലൊലീറ്റയ്ക്ക് ഇന്ന് എല്ലാവരും ഇന്നും കിട്ടിയ സാധനം എന്താ? ക്യൂട്ട്നെസ് ആണ്, പെങ്ങൾ പാസം, ഈ പരിപാടികളാണ്, ഗ്രൂപ്പിസം. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ബിഗ് ബോസിനകത്ത് ഈ സാധനങ്ങളൊക്കെ കളയാൻ പറ്റൂ? ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും ചെയ്യാതിരിക്കൂ? ഇല്ല. ചില ടാസ്ക് വരുമ്പോൾ ഗ്രൂപ്പ് ആവേണ്ടി വരും. ഒരു വീട്ടിൽ കുറെ ദിവസം നിൽക്കുമ്പോഴത്തേക്ക് പാസങ്ങൾ വരും. ഓക്കെ, അത് പെങ്ങൾ പാസ്സാവാം, ഏട്ടൻ പാസ്സാവാം, പല പാസങ്ങളും വരും, എല്ലാം വരും. അതൊക്കെ മനുഷ്യ സഹജമാണ്. അതൊക്കെ വരും. അത് വരുന്ന സാധനങ്ങൾ അവർ കാണിക്കും. അത് പല രീതിയിൽ പല ഇന്റർപ്രിട്ടേഷൻസ് അതിന് വരും. അതൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അതിന്റെ പേരിൽ വില്ലൻ എന്നൊന്നും അതൊന്നും കാര്യമൊന്നുമില്ല. അത് എഗെയിൻ ഈ ലൊലീറ്റേനെ കൊണ്ടുവന്ന് മെയിൻ ആക്കി വിട്ടു. ഇന്നിപ്പോ അതാണ്ട എല്ലാരും ലൊലീറ്റേനെ വിളിച്ച് ലൊലീറ്റേനെ ഒന്നും കൂടി അങ്ങോട്ട് എന്താക്കി സൂപ്പറാക്കി വിട്ട്. അത് കഴിഞ്ഞിട്ട് വന്നത് താഷി സോനേനെയാണ് വിളിച്ചത്. ഏത് വില്ലനായിട്ട് താഷി റെഡി ആയിരുന്നു. പിന്നെ ഹീറോ ആയിട്ട് പറഞ്ഞത് ഷാമോനെയാണ്. ഷാമോനെ ഹീറോ ആക്കി പറഞ്ഞപ്പോഴും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, എടുത്തു പറയാനൊന്നുമില്ല. അതായത് ഒരാളെ കൊണ്ടൊന്നും നല്ലത് പറയാനൊന്നുമില്ല. അതുകൊണ്ട് പൊതുവെ എല്ലാവരും എടുത്തും അത് അങ്ങനെ തന്നെ ഒരു സാധനമാണ് ആയിപ്പോയത്. നമുക്ക് വില്ലനെ മാത്രം ഫോക്കസ് ചെയ്യാം. താഷി സോനേനെയാണ് വില്ലത്തി. ഇതിൽ ഒലീറ്റനെ പറഞ്ഞ പോലെയാ. ഇന്നത്തെ എപ്പിസോഡിൽ സോന പൊളിഞ്ഞും പോയി,
സോന ആകെ ഇരുന്നു പോയി. സോന ഒരു കുഴികുത്തിയിൽ ചാടുകയല്ലോ, ഇന്നലെ എൽദോനെ പറഞ്ഞ പോലെ പറഞ്ഞ് ഒരു സ്വന്തം കുഴി വെട്ടേണ്ട അവസ്ഥയ്ക്ക് എത്തി. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, എല്ലാവരും വന്ന് പറഞ്ഞ സാധനങ്ങൾ ഭയങ്കര ഇമ്പാക്റ്റ് ആയിട്ടുണ്ട്. അതായത് ഭയങ്കര ഫേക്കാണ്, ഭയങ്കര നെഗറ്റീവാണ്, ഭയങ്കര ഈവിളാണ്. അതിൽ വേറൊരു വലിയൊരു സംഗതി ഉണ്ട്. സ്വന്തം ഐഡന്റിറ്റി, അഫ്നിയ സെറ്റിയാ പറഞ്ഞു തന്നിട്ടുണ്ട്, സ്വന്തം ഐഡന്റിറ്റി അങ്ങനെയാണ് എന്ന് ബാക്കിയുള്ളവർ പറയുമ്പോൾ ആ ഐഡന്റിറ്റി എന്താന്ന് ഒരു നേരം പോലും തിരിച്ചറിഞ്ഞ് സെൽഫായിട്ട് ഞാൻ അങ്ങനെയാണെന്ന് അസസ് ചെയ്യാതെ അതെന്തോ ക്രെഡിറ്റ് പോലെ എടുത്ത് നടക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര അടിയായി പോയത്. അത് അഫ്നിയാസ് 1.5 അടിയാണ് സോനയ്ക്കിട്ട് അടിച്ചത്. താഷി ഈ പറഞ്ഞ പോലെ സോനേൻ്റെ കുറേ നെഗറ്റീവും സാധനങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ സോന വന്നു നിന്ന് നേരെ വിളിച്ചത് ഷിബിനേനെയും ലൊലിറ്റേനെയാണ്. ഓക്കെ, അതിൽ തന്നെ ഷിബിനെ കുറെ പൊക്കി പറഞ്ഞ് ബട്ടർ അടിച്ച് വിട്ട്. അതിൽ ഷിബിന വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തരം കിട്ടി ഞാൻ വെച്ചിട്ട് പോകുന്നു പറഞ്ഞു. അത് വേറെ കാര്യം. അത് കഴിഞ്ഞിട്ട് ലൊലിറ്റേനെ പിടിച്ചിട്ടൊന്ന് വാരി അടിക്കാൻ ആര് ശ്രമിച്ചു? സോന കഠിനമായി പ്രയത്നിച്ചു, പക്ഷെ കയ്യിൽ നിന്ന് പോയി. നോ യൂസ്. കാരണം എപ്പോഴും വില്ലൻ എന്ന് പറയുമ്പോൾ എന്താ, ഒരു നായകന്റെ വില്ലൻ എന്ന് പറയുമ്പോൾ നായകനോളം പ്രാധാന്യവും തുല്യതയും ഇമ്പോർട്ടൻസും അത്രത്തോളം മാസമുള്ള ഒരു സാധനമാണ് എന്ത്, ശരിക്കും ഒരു വില്ലൻ എന്ന് പറയുന്നത് ഒരു നായകനാണ്. ഇതത് അറിയാതെ ഒരു ഈഗോ തീർക്കാൻ വേണ്ടിയിട്ട് ലൊലീറ്റനെ വന്ന് ജലസി തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തി. പൊളിഞ്ഞു. ചോദിച്ചു, ജഡ്ജസ് കൃത്യമായി ചോദിച്ചു, കാരണം പറ. ഒരു കാരണവുമില്ല. എന്ത് കാരണം? അവിടെ പറ, ഇത് ചെറിയ വില്ലൻ. ടാസ്ക് കളിക്കാൻ വരുന്നത് അപ്പൊ എൽദോന്ന് അവിടെ പോയി. അവിടെ ലൊലിറ്റയ്ക്ക് ഭയങ്കരമായിട്ട് ലൊലിറ്റയ്ക്ക് കയറി. ലൊലിറ്റ ഭയങ്കര ഓക്കെ ആയി, അവിടെ സെറ്റ് ആയി പോയി. ഒന്നും പറയണ്ടെന്നില്ല, കാരണം സോനിക്ക് ഒന്നും അതിനെ കുറിച്ച് ഒരു കൗണ്ടർ ഇല്ല, ക്ലാരിറ്റിയും പറയാനില്ല. ജസ്റ്റ് ജലസ് അത്ര. അത് കഴിഞ്ഞിട്ട് ഷിബിന ഷിജുലാലിനെയും വിളിച്ചു, രാകേഷിനെ വിളിച്ചു. രാകേഷും ഷിബിനെയും നമ്മൾ പോട്ടി മക്കളെ, ഒരു രക്ഷയില്ല. അതായത് തള്ളക്കോഴി നിൽക്കുന്ന പോലെയാണ് രാകേഷ് പെങ്ങൾക്ക് വേണ്ടി നിൽക്കണേന്ന് പറഞ്ഞു. രാകേഷിന് പൊളിഞ്ഞു. ഷീബിന വെൽ പ്ലേഡ്, ഒരു രക്ഷയില്ല. ഷീബിന ഇത്രയും ദിവസം ഞാൻ വിചാരിച്ചത് റിയാസ് രക്ഷിച്ചു പോയതാന്നാണ്. പക്ഷെ റിയാസ് രക്ഷിച്ചതിന് കാര്യമുണ്ട്, ഓനെ കൊണ്ട് അങ്ങനെയുള്ള ഒരു ഉപകാരം ഉണ്ടായി. ഏത് ഷീബിന ഭയങ്കര ക്രൂക്കഡാണ്, ഭയങ്കര ബി മെറ്റീരിയലാണ്. ഷീബിന രാകേഷിനെ ഇങ്ങനെ നിർത്തി കളിച്ചു. ഷിബിനെയും കളിച്ചു, ഷിബിനേന് രാകേഷും കളിപ്പിച്ചു, അത് വേറെ കാര്യം. അത് നിന്ന് ഷിബിനെയും കളിച്ചു. പക്ഷെ രാകേഷിന് പൊളിഞ്ഞു കഴിഞ്ഞാൽ രാകേഷിന് പൊളിഞ്ഞ എന്താ പറയുക, നേരത്തെ മറ്റേ ഷിജിനെ പറഞ്ഞ പോലെ രാകേഷും ഷിജിനും ഒരേപോലെ പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായി? ഇവര് ചിലപ്പോ വിറയ്ക്കും, പലതും കാണിക്കും. ഇന്നിപ്പോ രാകേഷ് കാണിച്ചു ഡാൻസ് കളിക്കുന്നു, റാപ്പ് സോങ് പാടുന്നു. അത് രാകേഷൊക്കെ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അത് പൊളിക്കാൻ ആർക്ക് പറ്റി? ഷിബിനയ്ക്ക് പറ്റി. അത് കഴിഞ്ഞിട്ട് അഫ്നിയാസിന്റെ കാര്യം പറഞ്ഞത്, അത് ഷിബിന പറഞ്ഞ പോയിന്റ് രാകേഷിന്, അതാണ് രാകേഷിന് കൂടുതൽ പൊളിഞ്ഞത്. കാരണം രാകേഷ് എക്സ്പെക്ട് ചെയ്യുന്നില്ല അതൊരാൾ പിടിക്കുന്നുള്ളൂ. എന്നാലും നമ്മൾ റിവ്യൂ പറഞ്ഞപ്പോൾ അത് പറഞ്ഞിരുന്നു. അതായത് വാണ്ടഡ്ലി അഫ്നിയാസിന് ആരിട്ട് കൊടുത്തു, കൊടുക്കാൻ വേണ്ടിട്ട് നാട്ടുകാരുടെ ഇടയിൽ ഇട്ട് കൊടുത്തതാണ് രാകേഷ് ചെയ്തത്. എന്നിട്ട് അതിലൂടെ മെയിൻ ആവാൻ നോക്കി. അത് കൃത്യമായി ഷിബിന പറഞ്ഞോടുകൂടി രാകേഷ് പൊളിഞ്ഞു. ആ പൊളിഞ്ഞത് കവറപ്പ് ചെയ്യാൻ വേണ്ടിട്ട് രാകേഷ് ഹീറോ ആയിട്ട് അഫ്നിയാസിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പൊക്കി പറഞ്ഞു. ഒരു കാര്യമില്ല, അതൊക്കെ നാട്ടുകാർക്ക് എന്താണെങ്കിലും മനസ്സിലാവും. എന്നിട്ട് തിരിച്ചൊരു റാപ്പ് വഴി ഞാൻ ഇവിടെ പെണ്ണുങ്ങളെ നോക്കാൻ വന്നതല്ലാന്ന് പറഞ്ഞിട്ട് ആ സാധനം ദാറ്റ് വാസ് ഗുഡ്, രസമാണ്, നല്ല അടിപൊളി. അതുകൊണ്ട് അഫ്നിയാസ്, സോന വില്ലൻ, ശ്യാമി ഹീറോനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആൻഡ് അഫ്നിയാസ് ആണ് സോനയോട് മറ്റേത് പറഞ്ഞത്, സെൽഫ് ചെക്ക് ചെയ്യണം. അതായത് എല്ലാവരും വന്ന് നെഗറ്റീവാന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടൊരു വിലയിരുത്തലിന് പോലും ആരും റെഡിയല്ല. സോന റെഡി അത് കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ മാറില്ല എന്നുള്ളതിന്റെ ഒരു ഡെഫിനറ്റ് സാധനമാണ്. സ്നേഹം അടുത്ത് വന്നില്ലെങ്കിൽ ഇനി കിട്ടിയില്ലെങ്കിൽ ഇന്നത് ചീത്ത പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ക്യാമറ ഞാൻ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് പൂജ. ഈ ടോപ്പ് 12 മറ്റേ പൂജ വരേണ്ടടുത്ത് ഈ പൂജ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ സങ്കടമുണ്ട്. ആദ്യത്തെ ദിവസം ആ ശ്യാമിനോട് കാണിച്ച അഗ്രഷനോ ആ സ്ക്രീൻ സ്പേസ് ഒന്നും പൂജക്ക് കിട്ടിയിട്ടില്ല. പൂജ എടുക്കാൻ ശ്രമിച്ചിട്ടില്ല, പൂജനെ കണ്ടിട്ടില്ല, ഒന്നുമില്ല. ആദ്യത്തെ ദിവസം കുറെ ഒച്ചവിളി സം കൈൻഡ് ഓഫ് ഇമോഷൻ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പൂജയുടെ ഗ്രാഫ് ചത്തൊരാളുടെ ECG പോലെയാണ്. എനിക്ക് തോന്നുന്നു വീട്ടമ്മ പരിഗണന വെച്ചിട്ടാണ് ഇവര് സാധനം എടുത്തിരിക്കുന്നത്, അല്ലാതെ ഒരു ഇതും. ഈ പൂജയ്ക്ക് വരെ മറ്റേ പൂജ ആയിരുന്നെങ്കിൽ ഇന്നിവിടെ കൊടൂര തല്ലുകയാണായിരുന്നു.
ഇതൊരുമാതിരി ഭയങ്കര ഷോക്കായി പോയി. മാനിപ്പുലേഷനിൽ അവര് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മാനിപ്പുലേഷനിൽ വീഴുന്നു, അവര് സെൽഫ് എക്സ്പോസ്ഡ് ആവുന്നു, പല സംഗതി നടക്കുന്നുണ്ട്. ഇന്നും സെയിം താഷിനെ വിളിച്ചിട്ട് ഹീറോ ആക്കി താഷിന്റെ ബാക്ക് ഒന്ന് കുത്തിയിട്ട് പോയി. താഷി പറഞ്ഞു ഞാൻ കുറച്ചു മുന്നേ ഇതിനോട് പറഞ്ഞതാണ്, ഏത് ഈ മറ്റേ ഈ നല്ലത് പറയുന്ന സംഗതി അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വിട്ടതാണ്, അതുകൊണ്ടാണ് എന്നെ പിടിച്ച് നിർത്തിയത് പറഞ്ഞു. പെട്ട് ഒരു കാര്യം ഉണ്ടായില്ല. പിന്നെയാണ് എന്നിട്ട് സോനേന്റെ വായ പോയി കയറി കൊടുത്തത്. അതും എന്തായി, അതും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരാളെ വില്ലനാക്കി നിർത്തി എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല പറഞ്ഞു. അപ്പൊ ഇറങ്ങി പോയിക്കോന്നു പറഞ്ഞു. പൂജ പൊളിഞ്ഞു. പൂജ ഒന്നും മുന്നോട്ട് പോകാൻ ഒരു അർഹതയില്ല ഉള്ള കാര്യം പറയാം. പിന്നെ ഉള്ളത് എൽദോ വന്നു. എൽദോ ഒരു സൈഡില് ലൊലിറ്റനെ നിർത്തി, വില്ലനാക്കിയിട്ട് താഷിനെ നിർത്തി. ഈ എൽദോന്റെ സ്ഥിരം നമ്പറാണ് ഏത്, എന്റെ വില്ലൻ എന്റെ അത്ര തന്നെ സ്ട്രോങ് ആന്ന് പറഞ്ഞുള്ള ഡിപ്ലോമാറ്റിക് സാധനം പറഞ്ഞിട്ട് അത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ഇവന്റെ എൽദോന്റെ ആ ഒരു റൗണ്ട് എൽദോന്റെ സംസാരത്തിൽ കുറച്ച് വ്യത്യാസം തോന്നി. ആ ഒരു സ്ലോനെസ് മാറി, ബോഡി ലാംഗ്വേജ് മാറി, സംസാരം കുറച്ച് സ്പീഡായി. എനിക്ക് നോർമലായിട്ട് തോന്നി. പിന്നെ അതിനുശേഷം ലൊലീറ്റ പോസിറ്റീവായിട്ട് പൂജ, അതൊരു ബെൽറ്റാണ് അവര്, അതൊരു ബെൽറ്റിലാണ് അവരുള്ളത്. ആൻഡ് ഷിബിന നെഗറ്റീവായിട്ട്. അവിടെ മാരാരൊരു സാധനം ചോദിച്ചു, ഈ മാറ്റി പറയുന്നത് അപ്പോഴാണ് പറഞ്ഞത്, അതായത് ഇവള് ഷിബിനെ കുറിച്ചാണ് ആര് പറഞ്ഞേ, ലൊലീറ്റ പറഞ്ഞു. എന്ത് തരത്തിന് മാനിപ്പുലേഷനിൽ വീഴുന്ന ഒരാളാണ് ആര്, ഷിബിന. പൂജ വീഴില്ല. പക്ഷെ മാരാര് ചോദിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് പലരുടെയും മാനിപ്പുലേഷനിൽ വീണ്ടും ഈ സ്റ്റേജിൽ തന്നെ പൊളിഞ്ഞതാണ് പൂജ. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ അതും ലൊലിറ്റ കൗണ്ടർ ചെയ്തു. ഏത്, അത് അവരുടെ ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് ഗെയിം സ്ട്രാറ്റജി അല്ലാതെ പൂജ പറഞ്ഞിട്ടുണ്ട്. ലൊലിറ്റയ്ക്ക് തോന്നിയത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഗെയിം അല്ല എന്നുള്ള ലൊലിറ്റയ്ക്കാരും തോന്നിയാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് തോന്നി എന്നുള്ള രീതിക്കാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഷാമോൻ വന്നിട്ട് ഇന്നലത്തെ ആ ഒരു ഈഗോ സാധനം തീർത്തു. ഏത് ലോ ക്ലാസ് ഹൈ ക്ലാസ് സാധനം വന്നിട്ട് മറ്റേ എൽദോനെ പിടിച്ചിട്ട് വില്ലനാക്കി തീർത്തിട്ടുണ്ട്. ഷിജിനെ കുറിച്ചിട്ട് കുറെ പൊക്കി പറഞ്ഞു ഹീറോ ആക്കിയിട്ട്. പിന്നെ ഷിജിൻ വന്നിട്ട് ഷിബുവിനെ പിടിച്ചിട്ട് നെഗറ്റീവ് ആക്കി, എൽദോനെ പിടിച്ചിട്ട് പോസിറ്റീവ് ആക്കി. അവിടെ ഷിബു പൊട്ടി. ശരിക്ക് പൊട്ടി മോനെ. കാരണം മറ്റേ സാധനമൊക്കെ എടുത്തിട്ട് ഷിബുവിന് സാധനമൊക്കെ എടുത്തിട്ടപ്പോഴത്തേക്ക് ഷിബു അതെ, ഷിബുവിന് നല്ല രീതിയിൽ ഷിജിൻ പൊട്ടിച്ചു. ആൻഡ് ഷിജിന് പൊട്ടിയുള്ള പ്രശ്നം എന്താ വെച്ചെങ്കിൽ ഷിജിനും കടന്നിട്ട് ഷിബു കാണിക്കുന്നതിനേക്കാൾ ഇരട്ടി സാധനങ്ങൾ കാണിക്കും. അതൊരു സീനാണ്. അപ്പൊ അത് ഷിജിന് സംസാരിക്കാറില്ല. അതെ, ഷിജിനെ ഒട്ടും സംസാരിക്കും. കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തിരിച്ചു ആരെങ്കിലും പറയുമ്പോ പിന്നെ ഒക്കെ ആകെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഷിജുലാൽ വന്നു. ഷിജുലാലിന്റെ നെഗറ്റീവും സോന ഉള്ളതുകൊണ്ട് എല്ലാവർക്കും സോനന്റെ പേര് പറയാൻ ആളുണ്ട്. പക്ഷെ ഈ ഷിജുലാലൊക്കെ വിളിച്ച് വില്ലത്തിയാക്കിയപ്പോഴത്തേക്ക് സോന ചത്തിട്ടുണ്ട്. സോനക്ക് വയ്യ, സോന തീർന്നു. സോന അത്രയും എക്സ്പോസ്ഡ് ആയി. സോനക്ക് എന്നെ തോന്നി തുടങ്ങി ആ വയ്യ എനിക്ക് മതിയായി എന്നുള്ള തോന്നി. അങ്ങനെ അഫിനിയാസിനെയാണ് ഹീറോ ആക്കിയത്. അപ്പൊ അങ്ങനെ ആ റൗണ്ട് കഴിഞ്ഞു. ആ റൗണ്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ കയറ് റോപ്പ് ടാസ്ക് വന്നത്. അടിപൊളി ടാസ്ക്, നല്ല ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു. ഏറ്റവും വലിയ പൊട്ടൻ ഈ ടാസ്കിൽ ഷാമോൻ. കാരണം അത്രയും ഫിസിക്കൽ സ്ട്രെങ്ത് ആദ്യം എടുത്ത് ഉപയോഗിച്ചു. അത് ഉപയോഗിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കുറെ പേരെ മൂപ്പര് പുറത്താക്കി, പക്ഷെ ബാക്കിയുള്ള ഒരു ഗ്രൂപ്പ് കൂടിയത് മൂപ്പര് അറിഞ്ഞതുമില്ല. അങ്ങനെ ഗ്രൂപ്പ് കൂടിയതാണോ അല്ലെങ്കിൽ അത് ഗ്രൂപ്പ് കൂടിയതാണ്. അവര് ഗ്രൂപ്പ് കൂടി അവര് കളിച്ചു. അത് അവരുടെ ഐഡിയ അവര് കളിച്ചു. വെറുതെ കഷ്ടപ്പെട്ട് കുറെ കളിച്ചു അവസാനം കിട്ടിയായി. ലോലിറ്റ അടിപൊളിയായിട്ട് കളിച്ചു. രക്ഷയില്ല. കാരണം ബോഡി വെയിറ്റ് കുറവാണ്, പക്ഷെ നല്ല അജിലിറ്റി ഉണ്ട്. അജിലിറ്റി കൃത്യമായി ഉപയോഗിച്ചു. അടിപൊളിയായിട്ട് കളിച്ചു. അഫിനിയാസ് ബോഡി വെയിറ്റ് ഉപയോഗിച്ച് കളിച്ചു. ബട്ട് സേഫ് ആണ്. ആ ബോഡി വെയിറ്റിന് ആ ഗെയിമിന് അത് സേഫ് ആണ്. പക്ഷെ ലോലിറ്റയ്ക്ക് അത്ര സേഫ് അല്ല. ലോലിറ്റ അത് കൃത്യമായിട്ട് കളിച്ചു. രാകേഷ് ട്രൈ ചെയ്തു. ഏറ്റവും പൊട്ടൻ ഷാമോന്റെ ഒപ്പം തന്നെ ഷിജിന് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു രാകേഷിനെ വലിച്ചിടാൻ, നിലത്ത് വീണവരെ വലിച്ചിടാൻ. ഷിജിൻ തൊട്ടില്ല. ഷിജിൻ അമ്മ വിട്ട അവിടെ ഫെയർ ഗെയിമിന്റെ ആശാനായിട്ട് നന്മവനായിട്ട് അവിടെ വന്നു. അതങ്ങനെ പോയി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ അവർ രണ്ടുപേരും കളിച്ച് ഒരു ഒത്തുകളി പോലെ എനിക്ക് തോന്നി. രണ്ടും ഒരു ഒത്തുകളി പോലെ. അത് ആദ്യം മുതലേ അവർ ഒത്തുകളിച്ചിട്ട് ഫൈനലിൽ ഒരു ഏറെക്കുറെ ഒത്തുകളി. കുറെ ലാസ്റ്റ് ആയപ്പോ എൽദോ ട്രൈ ചെയ്തു ഒന്ന് വലിക്കാൻ. പിന്നെ ഷിജുലാൽ ഉപയോഗിച്ചൊരു ട്രിക്ക് ഉണ്ട്. ഈ കയർ അരയിൽ വെക്കുന്ന ചന്തിന്റെ അടിയിൽ വെച്ചു. ഇപ്പൊ ബോഡി വെയിറ്റ് ഫുൾ ആയി ഇരിക്കാൻ പറ്റും. ഇറ്റ്സ് എ ഗുഡ് സ്ട്രാറ്റജി. നന്നായിട്ട് യൂസ് ചെയ്യും. കിടന്ന് വലിക്കുന്നൊക്കെ ഭയങ്കര വലിയ പോയിട്ടോ സത്യം പറഞ്ഞാല്.
മറ്റേ റിയാസ് പറഞ്ഞ പോലെ കഴുത്തിൽ കുടുക്കി വലിക്കുന്ന പോലെ ഉണ്ടായിരുന്നു സത്യം കണ്ടാല്. അത് കഴിഞ്ഞിട്ട് ഇവരിൽ കാടൊക്കെ ഉണ്ടല്ലോ പിന്നെ മഞ്ഞ ചോപ്പ്, അപ്പൊ അധികം അഗ്രഷൻ എടുക്കാൻ ആള് പൊക്കിക്കളയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ള പെൻഡന്റ് കിട്ടിയപ്പോ ഷിജുലാലിന് ഒരു ഓപ്ഷൻ കിട്ടി, വെള്ളത്തിൽ വരച്ചാല. അത് മാരാര് പറയുന്നത് കേൾക്കുന്നാവും എല്ലാവർക്കും നല്ലതെന്നാ തോന്നണേ. നമ്മളെ പൊക്കി പറഞ്ഞേക്കാൾ കൊണ്ടല്ലേ ബാക്കിയുള്ളവരെ പറയണം. പിന്നെ ഉള്ളത് ഇറ്റ്സ് എ ബിഗ് സ്കാം ഇതിന്റെ വോട്ടിംഗ് എന്ന് പറഞ്ഞത്. കാരണം ഇതിന്റെ എപ്പിസോഡ് തീർന്നു എന്നുള്ളത് ഓൾറെഡി ഇവരെന്നെ ഈ പറഞ്ഞ റനീഷ, മാരാര്, എഞ്ചിനൊക്കെ പുറത്ത് വന്നിട്ട് ഇത് എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞതാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞു പോയി. എപ്പിസോഡിന്റെ എണ്ണവും പറഞ്ഞു പോയി. ഇനി എലിമിനേഷൻ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് എ റിയാലിറ്റി. കാരണം ഈ 12 പേര് വോട്ടിംഗ് ലൈൻ ഓപ്പൺ ആയി തന്നെ കിടക്കും 6-ാം തീയതി വരെ. ഇതിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് വരെ സീസൺ 8 ഓപ്പണിങ്ങും അഗ്നിപരീക്ഷന്റെ ഫിനാലും ഒരു ദിവസം ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നത്. ഈ 12 പേര് വോട്ടിംഗ് ലൈനിൽ ഉണ്ടാവും. അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ മറ്റേ ഡേഞ്ചർ സോൺ ഇല്ല, ഇത് ഔട്ട് ഹൗസും ഇല്ല, എലിമിനേഷൻ പുറത്താവും. അന്ന് ഒരു കണക്കൂട്ടി ഗണിച്ച് പുറത്താക്കും ഇത്ര വോട്ട് വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആണെങ്കിൽ അത് ഫേക്ക് ആണെന്നുള്ള മനസ്സിലാവുന്നത്. സോ ഐ ഡോണ്ട് തിങ്ക് സോ ഇനി എലിമിനേഷൻ ഇല്ല. ഓക്കെ, ഇത് എത്ര എപ്പിസോഡ് വരെ പോകുന്നുള്ളത് 16-17 സോ വാട്ട് എവർ ഇതാണെങ്കിലും അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഞങ്ങൾ പോട്ടെ. ഇനി എടുക്കാൻ വയ്യ.